കുറച്ച് ടഫ് കുറച്ച് എളുപ്പമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇത്ര മാർക്കിട്ട് കൂട്ടി നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത്ര നാളും വീഡിയോ ഇടാതെന്ന് വെച്ചാൽ ലെസൻസിന്റെ പഠിക്കണ്ടേ അല്ലേ? നമുക്കൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ഇടാഞ്ഞത്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുന്നത് ഇനി LSS ആയില്ലെങ്കിൽ നമുക്ക് USS മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അത് നമുക്കിനി ഒരു 3ാമത്തെ വർഷമേ ഉള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? പത്രത്തിലെ ഓരോ കാര്യങ്ങൾ, പത്രവിശേഷങ്ങൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി എടുത്ത് നോക്കാം അല്ലേ? അപ്പൊ ഇനി മുതൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി മുതൽ ഓരോ ദിവസത്തെയും പത്രത്തിലെ ഓരോ കാര്യങ്ങള് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ ഈ സൗണ്ട് കേൾക്കുന്നത് അനിയത്തി ബാബേന്റെ അടുക്കയാണ്. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഇതുപോലെ ഒരു ബുക്കിലൊക്കെ എടുത്ത് എഴുതി വെക്കാം. ഓക്കെ. അപ്പൊ ഇതുപോലെ ബുക്കൊക്കെ എടുത്ത് എഴുതണം. അതുപോലെ ഇതിനൊരു കാര്യമുണ്ട്. 2026 മാർച്ച് 1 മുതലുള്ള സംഭവമാണ് ഇടുന്നത്. അതുപോലെ ഇത് അടുത്ത വർഷത്തെ അക്ഷരമുറ്റത്തിനൊക്കെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇന്നൊക്കെ എത്രാമത്തെ ദിവസമാണ്? ഇന്നല്ല, മാർച്ച് 1-ാം തീയതി എത്രാമത്തെ ദിവസമാണെന്ന് അറിയോ? ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 579-ാം ദിവസമാണ് മാർച്ച് 1-ാം തീയതി ഉണ്ടായത്. 2026 മാർച്ച് 1-ാം തീയതിയാണ് വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് 579-ാം ദിവസം നമ്മൾ പിന്നിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയാ? ഒന്നാമത്തത്, ഇതേ ദിവസം സർക്കാർ കൽപ്പറ്റ ടൗൺഷിപ്പിൽ എത്രയോ കുടുംബങ്ങൾക്ക് വീടുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെ? പത്രത്തിൽ വലിയ ഒരു ചിത്രം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു കുട്ടിയുടെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ടൗൺഷിപ്പിന്റെ ചിത്രം. അങ്ങനെയാണെങ്കിൽ എത്ര കുടുംബങ്ങൾക്കാണ് ഈ വീട് ഭവനം കൊടുത്തത്? എത്ര കുടുംബങ്ങൾക്കാണ് കൊടുത്തത്? എത്രയാണ്? 178 178 കുടുംബങ്ങൾക്കാണ് ഈ ഭവനം, അതായത് ഈ വീട് കൊടുത്തത് അല്ലേ? 178 കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ വക വീട് നൽകി. ഓക്കെ. അപ്പൊ അടുത്ത വർഷം നമ്മള് ഒരു കുട്ടി ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മള് പത്രത്തിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് മറ്റേ ആ കുട്ടി ചിത്രം വരക്കുന്നവർക്ക് കാണാനുണ്ടായിരുന്നു അല്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പം ഉരുൾപൊട്ടലിൽ പിതാവിനെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട ഏത് കുട്ടിയാണ് ടൗൺഷിപ്പിന്റെ ചിത്രം വരച്ചതായിട്ട് പത്രത്തിൽ വന്നത്? പത്രത്തിലുള്ള ഇങ്ങനെ കുട്ടി ചിത്രം പഠിച്ചു നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു അല്ലേ? ഏത് കുട്ടിയാണത്? ഏത് കുട്ടിയാണ്? നൈസ ആണ് ആ കുട്ടിയുടെ പേര്. നൈസ മോൾ അല്ലേ? നൈസ മോളാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പം ഏതിനെ കുറിച്ചൊക്കെയാ പറഞ്ഞത്? വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഒരു വാർത്തയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒന്നിന് തലക്കെട്ട് വായിച്ചാൽ മാത്രം പോരല്ലോ. തലക്കെട്ട് വായിച്ചാലും നമുക്കത് എന്താണ് സംഭവം എന്ന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതിനുള്ളിലുള്ളതും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് വേറെ വേറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അടുത്തതൊരു വേറെ തന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. വയനാട്ടിനിപ്പം ഈ 178 വീട് കൊടുത്തതല്ലേ, കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ വേറൊരു സംഘടന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സംഘടന? മുസ്ലിം ലീഗ് ആണല്ലേ? അപ്പൊ മുസ്ലിം ലീഗ് വയനാടിന് കൊടുത്ത വീടുകളുടെ എണ്ണം എത്രയാണ്? 51. ഇനി ബാക്കി അവര് പിന്നെ തരാന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ 51 കൊടുത്തതിന്റെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് അതിനവര് എന്ത് ചെയ്തു? ഒരു പേര് കൂടി കൊടുത്തു. ഓക്കെ. അതിനവരെന്ത് ചെയ്തു? ഒരു പേര് കൂടി കൊടുത്തു. എന്താണ് ആ പേര്? 51 വീടുകൾക്കും കൂടി അവര് കൊടുത്ത പേരെന്താണ്? എന്താണ്? സ്നേഹഭവനങ്ങൾ എന്നാണ് പേര്.
ഭവനങ്ങൾ അല്ലെങ്കിൽ ഭവനുകൾ, സ്നേഹഭവനുകൾ അല്ലെങ്കിൽ സ്നേഹഭവനങ്ങൾ. ഓക്കെ, നമ്മള് ഇതുവരെ ആയിട്ടും വയനാട് ഉരുൾപൊട്ടലാണ് വിഷയാക്കിയിട്ടുള്ളത്. ഇപ്പൊ 51 വീടുകൾക്കും സ്നേഹഭവനങ്ങൾ എന്നൊക്കെ പേര് കൊടുത്ത് പറഞ്ഞു അല്ലേ. അപ്പൊ ഇനി നമുക്ക് വിഷയമാണ്. അടുത്തത്, സർക്കാർ ജീവനക്കാർക്ക് ഇനി എത്ര രൂപയാണ് എഷ്വേർഡ് പെൻഷൻ ലഭിക്കുന്നത്? അതായത് എത്ര രൂപയാണ് എഷ്വേർഡ് പെൻഷനായിട്ട് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത്? എത്രയാണ്? അവസാന ശമ്പളത്തിന്റെ പകുതി എന്നാണ് പറയുന്നത്, പകുതി. അത് തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതലാണ്. അത് തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇടുക്കി പദ്ധതി പറഞ്ഞിട്ടൊരു പദ്ധതി, അത് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അപ്പൊ ഈ 2026 മാർച്ച് 1 അത് തുടങ്ങിയിട്ട് എത്രയോ വർഷമായി എന്ന് പറയുന്നുണ്ട് അല്ലേ. എത്ര വർഷമാണ് ആയത്? എത്ര വർഷമാണ് ഇടുക്കി പദ്ധതി തുടങ്ങിയിട്ട് നമ്മൾ പിന്നിട്ടത്? ഇടുക്കി പദ്ധതി തുടങ്ങിയിട്ട് നമ്മൾ പിന്നിട്ട വർഷം എത്ര വർഷമാണ്? എത്ര വർഷമാണ്? 50 വർഷം, 50 വർഷം അല്ലെങ്കിൽ 50 ആണ്ട് എന്നും പറയും. 50 ആണ്ട് എന്നും പറയും, 50 വർഷം എന്നും പറയും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ഇടുക്കി പദ്ധതിനെ ബേസ് ആയിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി പദ്ധതി 50 ആണ്ട് മുമ്പ് എന്ന് പറഞ്ഞു, അതായത് 50 വർഷം മുമ്പ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഈ പദ്ധതി, ഇടുക്കി പദ്ധതി തുടങ്ങിയപ്പോൾ ആരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി? അതായത് 50 വർഷം മുമ്പ് ആരായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ക്വസ്റ്റ്യൻ. ആരായിരുന്നു മുഖ്യമന്ത്രി? നമുക്ക് നോക്കിയാലോ. മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് 50 വർഷം മുമ്പ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. നമുക്കത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കാം അല്ലെ. നമുക്ക് മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോനാണ് അല്ലേ. സി അച്യുതമേനോനാണ് 50 വർഷം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതുമായി ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് ആ ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ആരാന്ന് പറഞ്ഞു? സി അച്യുതമേനോനാണെന്ന് പറഞ്ഞു അല്ലേ. മുഖ്യമന്ത്രി സി അച്യുതമേനോൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോ 50 വർഷം മുമ്പ് നമ്മുടെ വൈദ്യുത മന്ത്രി ആരായിരുന്നു? 50 വർഷം മുമ്പ് നമ്മുടെ വൈദ്യുത മന്ത്രി, കേരളത്തിന്റെ വൈദ്യുത മന്ത്രി ആരായിരുന്നു? അതായത് ഇടുക്കി പദ്ധതി തുടങ്ങുമ്പോൾ നമ്മുടെ വൈദ്യുത മന്ത്രി ആരായിരുന്നു? വൈദ്യുത മന്ത്രി കേട്ടോ. വൈദ്യുത മന്ത്രി ആരായിരുന്നു? വൈദ്യുതി മന്ത്രി ആരാന്നറിയോ? എം എൻ ഗോവിന്ദൻ നായരാണ്. എം എൻ ഗോവിന്ദൻ നായർ. എം എൻ ഗോവിന്ദൻ നായരാണ് ഇടുക്കി പദ്ധതി തുടങ്ങുമ്പോൾ നമ്മുടെ വൈദ്യുതി മന്ത്രിയായിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു മുഖ്യമന്ത്രിനെയും ഒരു വൈദ്യുത മന്ത്രിയെയും പഠിച്ചു അല്ലേ. അപ്പം ഇതൊക്കെ വിട്ട് ഇനി അടുത്തത് ഇതുമായി ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ഒറ്റ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വാർത്തയിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ. കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക
വിപണന ശൃംഖല നവീകരണ പദ്ധതി. ഒന്നും കൂടി വായിച്ചു തരാം. ഫുൾ സ്റ്റോപ്പില്ലാണ്ട് വായിക്കുന്നതുകൊണ്ടാണ്. കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതി ഏതാണ്? ഇത്ര ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ ഉണ്ടാവും, ഉത്തരം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഉത്തരം കേര എന്നാണ് ആ പദ്ധതിയുടെ പേര്. കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതിയാണ് കേര പദ്ധതി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ. അതുപോലെ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കേര പദ്ധതി തുടങ്ങിയത് ഈ അടുത്ത് മാർച്ച് 1-നാണ് തോന്നുന്നു. അപ്പൊ അത് തുടങ്ങിയത് ചേർത്തലയിൽ വെച്ചാണ്. കേര പദ്ധതി തുടങ്ങിയത് മാർച്ച് 1, വേണമെങ്കിൽ ഇവിടെ 2026 കൂട്ടിച്ചേർക്കാം അല്ലെ. മാർച്ച് 1 ചേർത്തലയിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് ചേർത്തല ഉദ്ഘാടനം ചേർത്തലയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അടുത്ത അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെ? ഓസ്ട്രേലിയയിലാണ് ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ മത്സരം നടക്കുന്നത്. എവിടെയാണ്? സിഡ്നി എന്നാണ്. സിഡ്നി. ഓക്കെ, ഓസ്ട്രേലിയയിലെ സിഡ്നി ആണ് സ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മള് ഓസ്ട്രേലിയയിലാണ് ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ നടക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ എത്ര ടീമുകളാണ് ആകെ പങ്കെടുക്കുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ടീമുകളാണ് ആകെ പങ്കെടുക്കുന്നത്? എത്ര ടീമാണ്? 12 ടീമാണ് ആകെ പങ്കെടുക്കുന്നത്. 12 ടീമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാം ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ കുതിക്കും എന്ന് പറഞ്ഞതാണ്. കുതിക്കും എന്നാൽ അതിന്റെ ഹെഡ്ലൈനിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ പത്രം മാർച്ച് 1 പത്രത്തിലെ ലാസ്റ്റത്തെ പേജാണെന്നാണ് തോന്നുന്നത്. മാതൃഭൂമിയിലാണ് ഞാൻ കണ്ടത്, ദേശാഭിമാനിയിൽ ഉണ്ടോന്ന് അറിയില്ല. അപ്പോ CP രാധാകൃഷ്ണനാണ് പറഞ്ഞത്. നമ്മുടെ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണനാണ് പറഞ്ഞത്. ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതില് ആ ഉള്ളിലത്തെ സംഭവം വായിച്ചാല് അതിന്റെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. ചെറിയ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമുക്ക് വായിക്കാൻ കിട്ടും. അതിന്റെ ബാക്കി, നാം ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ കുതിക്കും എന്ന് പറഞ്ഞതാരാണ്? CP രാധാകൃഷ്ണനാണ്. അതുപോലെ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങൾ എപ്പോഴും സമത്വം സ്വാതന്ത്ര്യം അങ്ങനെ മാതൃഭൂമിയിൽ 6ാമത്തെ പേജാണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ഇങ്ങനെ നടുക്കുള്ള പേജില്ലേ, അപ്പം അതില് എന്തുണ്ടാവും? ഇപ്പുറത്തെ അറ്റത്ത് ഒരു കോട്ട്സ് ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞൊരു വാക്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എല്ലാ മാതൃഭൂമി പത്രത്തിലും ഉണ്ടാവുന്നുണ്ട്. മാതൃഭൂമി പത്രം വാങ്ങിക്കുന്നവര് തീർച്ചയായും ഇത് എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ ഗുരുവായൂർ ആനയോട്ടൊക്കെ നടക്കാറുണ്ട് അല്ലേ? അപ്പൊ ഗുരുവായൂർ ആനയോട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഞാൻ പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന എന്ന് വെച്ചാല്, ഗുരുവായൂർ ആനയോട്ട മത്സരത്തിൽ രവികൃഷ്ണൻ, കൊമ്പൻ ബാലു, കൃഷ്ണനാരായണൻ എന്നീ ആനകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാം. അപ്പൊ ഒരു പ്രസ്താവന കൂടി ഉണ്ട്. ഈ ഗുരുവായൂർ ആനയോട്ടത്തിൽ പങ്കെടുത്തത് ആകെ 7 ആനകളാണ്. ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാം. ഒന്നുകൂടി പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഗുരുവായൂർ ആനയോട്ടത്തിൽ രവികൃഷ്ണൻ, കൊമ്പൻ ബാലു, കൃഷ്ണനാരായണൻ എന്നീ ആനകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. അടുത്ത പ്രസ്താവന,
ഇതിൽ മുഴുവനായിട്ട് പങ്കെടുത്ത ആനകളുടെ എണ്ണം 7. അപ്പൊ ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് കണ്ടുപിടിക്കുക അല്ലെ. ഫസ്റ്റത്തെ പ്രസ്താവന ശരിയാണ്. ഒന്നാമത്തെ സ്ഥാനം നേടിയത് രവികൃഷ്ണൻ എന്ന ആനയാണ്. രണ്ടാം സ്ഥാനം നേടിയത് കൊമ്പൻ ബാലു എന്ന ആനയാണ്. മൂന്നാം സ്ഥാനം നേടിയത് കൃഷ്ണനാരായണൻ എന്ന ആനയാണ്. രണ്ടാമത്തെ ശരിയാണോ? രണ്ടാമത്തെ തെറ്റാണ്. 7 ആനകളാണോ പങ്കെടുത്തത്? അല്ല, 8 ആനകളാണ് പങ്കെടുത്തത്. അപ്പൊ ഗുരുവായൂർ ആനയോട്ടം 8 ആനകളാണ് പങ്കെടുത്തത്. 8 ആനകൾ. ഓക്കെ, 8 ആനകൾ. അപ്പം അടുത്തത് ഒറ്റ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പോലീസ് മേധാവി ആരാണ്? DGP റവാഡ ചന്ദ്രശേഖരാണ് അല്ലെ. അപ്പൊ DGP റവാഡ ചന്ദ്രശേഖരുടെ കാലാവധി നീട്ടിയിട്ടുണ്ട്. കുറച്ച് നാൾ കൂടി അവർക്ക് തുടരാം എന്ന് പറഞ്ഞിട്ട് നീട്ടിയിട്ടുണ്ട് അല്ലെ. അത് എത്ര വരെയാണ്, ഏത് മാസം വരെയാണ് നീട്ടിയിട്ടുള്ളത്? ഏത് മാസം വരെയാണ് നമുക്ക് നോക്കിയാലോ? ജൂൺ മാസം വരെയാണ് നീട്ടിയിട്ടുള്ളത്. അപ്പൊ പോലീസ് മേധാവി, സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയാണ് DGP റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖറിന്റെ കാലാവധി എത്ര വരെയാണ്? ജൂൺ മാസം വരെ നീട്ടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തത്? പത്രവാർത്തേന്റെ ഒരുപാട് വിശേഷങ്ങളാണ്, ഇന്നത്തെ വിശേഷങ്ങളാണ് എടുത്തത്. ഇന്നെന്ന് പറയാൻ പറ്റില്ല അല്ലെ, കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് മാർച്ച് 1 ഇടുന്നത്. അപ്പോൾ മാർച്ച് 1 തീയതിത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. ഇനി 2 തീയതിയിലെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.